നുലാഹിദു സീറത്ത് ദാത്തിയ, നമുക്ക് ബയോഡാറ്റ നോക്കാം. വനുഇദ്ദു തർജമത ഹയാത്തി സെയ്ദ് ജവഹർലാൽ നെഹ്റു, എന്നിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ബയോഗ്രഫി, ജീവചരിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പാരഗ്രാഫ് നമുക്ക് തയ്യാറാക്കാം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ബയോഡാറ്റയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് വായിച്ചു നോക്കിയിട്ട് വേണം ഒരു പാരഗ്രാഫ് തയ്യാറാക്കാൻ. ബയോഡാറ്റ ഒന്ന് വായിച്ചു നോക്കാം. സയ്യിദ് ജവഹർലാൽ നെഹ്റു. അൽ ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം. ജവഹർലാൽ നെഹ്റുവിൻ്റെ മുഴുവൻ പേരെന്താണ്? ജവഹർലാൽ നെഹ്റു എന്ന് തന്നെയാണ്. അൽ ലഖബ്, അദ്ദേഹത്തിൻ്റെ ലഖബ് എന്താണ്? ചാച്ചാജി എന്നാണ്. മക്കാനുൽ വിലാദ, പ്ലേസ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം അലഹബാദാണ്. താരിഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത് നവംബർ 14, 1889. ഇസ്മുൽ വാലിദ്, നെയിം ഓഫ് ഫാദർ, പിതാവിൻ്റെ പേര് മോട്ടിലാൽ നെഹ്റു. ഇസ്മുൽ വാലിദത്ത്, മാതാവിൻ്റെ പേര് സുറൂബ റാണി. അൽ മൻസിബ്, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പദവി എന്താണ്? അവ്വലു റഈസി വസറാ ഇൽ ഹിന്ദ്, ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി. അൽ മുഅല്ലഫാത്ത്, നെഹ്റുവിൻ്റെ രചനകൾ, കൃതികൾ. ഇക്തിഷാഫുൽ ഹിന്ദ്, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം. വേറെയും പുസ്തകമുണ്ട്, ഒരു പുസ്തകം ഇവിടെ കൊടുത്തിരിക്കുന്നു. താരിഖുൽ വഫാത്ത്, ഡേറ്റ് ഓഫ് ഡെത്ത്, എപ്പോഴാണ് മരണപ്പെട്ടത്? 1964 മെയ് 27. മക്കാനുൽ വഫാത്ത്, പ്ലേസ് ഓഫ് ഡെത്ത്, മരണപ്പെട്ട സ്ഥലം ന്യൂഡൽഹിയാണ്. ഇതാണ് നെഹ്റുവിൻ്റെ ചെറിയൊരു ബയോഡാറ്റ. ഇതിനെ അധികരിച്ചുകൊണ്ട് എങ്ങനെ ഒരു പാരഗ്രാഫ് തയ്യാറാക്കാമെന്ന് നോക്കാം. തുടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതേ രൂപത്തിൽ തന്നെ തയ്യാറാക്കാം. ഉലിദ സയ്യിദ് ജവഹർലാൽ നെഹ്റു അൽ മഅറൂഫ് ബിലഖബി ചാച്ചാജി ബി അലഹബാദ് 14 നവംബർ സന 1889 മീലാദിയ. 1889 നവംബർ 14 ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ജനിച്ചത്. അതാണ് ഈ പാരഗ്രാഫിൻ്റെ മുഴുവനായുള്ള അർത്ഥം. ഉലിദ സെയ്ദ് ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു ജനിച്ചു. എങ്ങനെയുള്ള ജവഹർലാൽ നെഹ്റു? അൽ മഅറൂഫ്, അറിയപ്പെട്ട. ബിലഖബി ചാച്ചാജി, ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെട്ട നെഹ്റു ജനിച്ചു. ബി അലഹബാദ്, എവിടെയാണ് ജനിച്ചത്? അലഹബാദിൽ. എപ്പോഴാണ്? ഈ തീയതിയിൽ. കാന വാലിദുഹു, അദ്ദേഹത്തിന്റെ പിതാവ് ആയിരുന്നു മോട്ടിലാൽ നെഹ്റു. ആരായിരുന്നു? അദ്ദേഹത്തിന്റെ പിതാവ് മോട്ടിലാൽ നെഹ്റു ആയിരുന്നു. വ വാലിദതുഹു സറൂബ റാണി, അദ്ദേഹത്തിന്റെ മാതാവ് സുറൂബ റാണി ആയിരുന്നു. വഹുവ, അദ്ദേഹം നെഹ്റു അവ്വലു റഈസിൽ വുസറാ ഫിൽ ഹിന്ദി, ഇന്ത്യയിലെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയാണ്. വഹുവ അവ്വലു റഈസുൽ വുസറാ, റഈസുൽ വുസറാ മീൻസ് പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി. അവ്വലു റഈസുൽ വുസറാ, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ഒന്നാമത്തെ പ്രധാനമന്ത്രിയാണ്. വലഹു, അദ്ദേഹത്തിനുണ്ട് മുഅല്ലഫാത്തുൻ കസീറ, ധാരാളം രചനകൾ, കൃതികളുണ്ട്. വമിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിന്റെ കൃതികളിൽപ്പെട്ടതാണ് ഇക്തിഷാഫുൽ ഹിന്ദ് എന്ന പുസ്തകം. തൂഫിയ, അദ്ദേഹം മരണപ്പെട്ടു. ഫിസാബിയത്ത് വൽ ഇശ്രീൻ മായു, മെയ് 27 സന 1964 മിലാദിയ. 1964 മെയ് 27 അദ്ദേഹം മരണപ്പെട്ടത്. ഇതാണ് നെഹ്റുവിൻ്റെ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ചെറിയൊരു പാരഗ്രാഫ്. നഖ്റഉ തഖ്രീറ വനുഇദ്ദുൽ ബർനാമിജ. ഇനി നമുക്ക് താഴെയുള്ള റിപ്പോർട്ട് വായിക്കാം. നഖ്റഉ തഖ്രീറ, നമുക്ക് റിപ്പോർട്ട് വായിക്കാം. തഖ്രീർ മീൻസ് റിപ്പോർട്ട്. താഴെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാം. വനുഇദ്ദു, എന്നിട്ട് തയ്യാറാക്കാം. അൽ ബർനാമജ, പ്രോഗ്രാം തയ്യാറാക്കാം. എന്താണ് പ്രോഗ്രാം? നോക്കാം. ജറത്ത് ഫിൽ മദ്രസത്തി ഹഫ്ലത്തുൻ ബി മുനാസബത്തി ഈദിൽ അത്ഫാൽ, ശിശുദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഒരു യോഗം നടന്നു. ജറത്ത്, നടന്നു. ഫിൽ മദ്രസത്തി, സ്കൂളിൽ. ഹഫ്ലത്തുൻ, ഒരു യോഗം. ജറത്ത് ഫിൽ മദ്രസത്തി ഹഫ്ലത്തുൻ, സ്കൂളിൽ ഒരു യോഗം നടന്നു. ബി മുനാസബത്തി, ബന്ധപ്പെട്ട്. ഈദിൽ അത്ഫാൽ,
ഈദുൽ അത്ഫാലുമായി ശിശുദിനവുമായി ബന്ധപ്പെട്ട്, അതിനാണ് ബി മുനാസബത്തി എന്ന് പറയുന്നത്. ശിശുദിനത്തിനോട് അനുബന്ധിച്ച് സ്കൂളിൽ ഒരു യോഗം നടന്നു. കാന നാളിറുൽ മദ്രസത്തി റഈസൽ ഹഫ്ലത്തി. യോഗത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഹെഡ് മാസ്റ്റർ ആയിരുന്നു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു യോഗത്തിന്റെ അധ്യക്ഷൻ. റഈസ് മീൻസ് അധ്യക്ഷൻ, പ്രസിഡന്റ്. ഖാമ റഈസുൽ മജ്ലിസിൽ ഖറവി ബിൽ ഇഫ്തിതാഹ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. ഖാമ ബിൽ ഇഫ്തിതാഹി മീൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇഫ്തിതാഹ് ഉദ്ഘാടനം. ഖാമ ബിൽ ഇഫ്തിതാഹി ഉദ്ഘാടനം നിർവഹിച്ചു. ആരാണ് ഉദ്ഘാടനം നിർവഹിച്ചത്? റഈസുൽ മജ്ലിസിൽ ഖറവി, പഞ്ചായത്ത് പ്രസിഡന്റ്. വ അശാറ ഫി ഖുത്ബത്തിഹി. അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് തന്റെ പ്രസംഗത്തിൽ അശാറ സൂചിപ്പിച്ചു. എന്താണ് സൂചിപ്പിച്ചത്? ഇലാ ഹയാത്തി അവ്വലി റഈസി വുസറാഇൽ ഹിന്ദി അസയ്യിദ് ജവഹർലാൽ നെഹ്റു വ മഹബ്ബത്തിഹി ലിൽ അത്ഫാൽ. ഇന്ത്യയിലെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിതത്തെയും അദ്ദേഹത്തിന് കുട്ടികളോടുള്ള ഇഷ്ടത്തെയും പഞ്ചായത്ത് പ്രസിഡന്റ് തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അശാറ ഫി ഖുത്ബത്തിഹി, അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഇലാ ഹയാത്തി ജീവിതത്തെക്കുറിച്ച് ചെറിയൊരു സൂചന നൽകി. ആരുടെ ജീവിതത്തെക്കുറിച്ച്? അവ്വലി റഈസി വുസറാഇൽ ഹിന്ദി അസയ്യിദ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു സൂചന അദ്ദേഹം നൽകി. വ മഹബ്ബത്തിഹി ലിൽ അത്ഫാൽ, അതേപോലെ കുട്ടികളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇഷ്ടത്തെക്കുറിച്ചും അദ്ദേഹം തന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. എപ്പോഴാണ് ശിശുദിനം ആഘോഷിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിനാണ്, അല്ലെ? എന്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമാക്കിയത്? കാരണം അദ്ദേഹത്തിന് കുട്ടികളെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ശിശുദിനം ആക്കിയത്. അൽഖ കലിമാത്ത് തഹാനി ഉളുവുൽ മജ്ലിസിൽ ഖറവി വ റഈസു ജംഇയ്യത്തുൽ മുദരിസീന വൽ ഔസിയ. PTA പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും എന്ത് ചെയ്തു? ആശംസാ പ്രസംഗം നടത്തി. അൽഖ നടത്തി. കലിമാത്ത് തഹാനി ആശംസാ പ്രസംഗം. കലിമാത്തു തഹാനി മീൻസ് ആശംസാ പ്രസംഗം. അൽഖ നടത്തി. ആര് നടത്തി? ഉളുവുൽ മജ്ലിസിൽ ഖറവി, പഞ്ചായത്ത് മെമ്പർ. ഉളുവ് മീൻസ് മെമ്പർ. അതേപോലെ വറഈസു ജംഇയ്യത്തുൽ മുദരിസീന വൽ ഔസിയ. ജംഇയ്യത്തുൽ മുദരിസീന വൽ ഔസിയ എന്ന് പറഞ്ഞാൽ PTA. സ്കൂളിൽ PTA ഉണ്ടാവും അല്ലെ? ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും ഒരു അസോസിയേഷനാണ് PTA. അപ്പോൾ അതിന്റെ പ്രസിഡന്റ് എന്ത് ചെയ്തു? അതിന്റെ പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും ആശംസാ പ്രസംഗങ്ങൾ നടത്തി യോഗത്തിൽ. സുമ്മ ജറത്തിൽ ബറാമിജുൽ ഫന്നിയ. പിന്നെ കലാപരിപാടികൾ നടന്നു. കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അൽഖ സൈമൺ നടത്തി. എന്ത് നടത്തി? ഖുത്ബത്തൻ മലയാളമിയ, മലയാള പ്രസംഗം നടത്തി. ആര്? സൈമൺ എന്ന വിദ്യാർത്ഥി. വ അനീഷ് ഖുത്ബത്തൻ ഇംഗ്ലീസിയ. അനീഷ് എന്ത് ചെയ്തു? ഇംഗ്ലീഷ് പ്രസംഗം നടത്തി. വ അൻഷദത്ത് ഫാത്തിമ നഷീദത്തൻ അറബിയ. ഫാത്തിമ അറബി ഗാനം ആലപിച്ചു. അൻഷദ പാടി, ആലപിച്ചു. നഷീദത്ത് സോങ്, പാട്ട്. വ അൽഖ കലിമത്ത് തർഹീബ്, സ്വാഗത പ്രസംഗം നടത്തി. കലിമത്തു തർഹീബ് മീൻസ് സ്വാഗത പ്രസംഗം. ആര് നടത്തി? അമീനു ജംഇയ്യത്തുൽ മുദരിസീന വൽ ഔസിയ, അതായത് PTA സെക്രട്ടറി. അമീൻ മീൻസ് സെക്രട്ടറി, റഈസ് പ്രസിഡന്റ്. വ കലിമത്ത് ശുക്ർ, വ അൽഖ കലിമത്ത് ശുക്ർ, നന്ദി പ്രസംഗം നടത്തി. ആര്? മുദരിസുൽ ഉലൂമിൽ ഇജ്തിമാഇയ, സോഷ്യൽ സയൻസ് അധ്യാപകൻ. മുദരിസ് അധ്യാപകൻ. എന്തിന്റെ അധ്യാപകൻ? അൽ ഉലൂമിൽ ഇജ്തിമാഇയ, സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിന്റെ അധ്യാപകൻ, സാമൂഹ്യ ശാസ്ത്രത്തിന്റെ അധ്യാപകൻ നന്ദി പറഞ്ഞു. ഇത്രയുമാണ് ആ യോഗത്തിൽ നടന്നത്. ഇനി ബർനാമജു ഈദുൽ അത്ഫാൽ. ഈദുൽ അത്ഫാലിന്റെ പ്രോഗ്രാം ഷെഡ്യൂളാണിത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? പൂരിപ്പിക്കണം. എങ്ങനെയാണ് പൂരിപ്പിക്കുക? ഇവിടെ കൊടുത്തിരിക്കുന്നു, നോക്കിയാൽ മനസ്സിലാകും. ആദ്യം കലിമത്തു തർഹീബ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വാഗത പ്രസംഗം. ആരാണ് സ്വാഗതം പറഞ്ഞത്? ഇവിടെ നമ്മൾ കണ്ടു അല്ലെ? അൽഖ കലിമത്ത് തർഹീബ് അമീനു ജംഇയ്യത്തുൽ മുദരിസീൻ. അപ്പോൾ ഇവിടെ എന്താണ് എഴുതേണ്ടത്? അമീനു ജംഇയ്യത്തുൽ മുദരിസീൻ എന്നാണ് എഴുതേണ്ടത്.
അങ്ങനെ ഓരോന്നും ആരാണ് ചെയ്തത് എന്നതാണ് ഇവിടെ എഴുതേണ്ടത്. റഈസ് അധ്യക്ഷൻ. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു, അതും ഇവിടെ എഴുതുക. അൽ ഇഫ്തിതാഹ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് എന്നത് ഇവിടെ എഴുതുക. ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഇത് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ്. അപ്പോൾ സ്കൂൾ ഹെഡ് മാസ്റ്റർ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതിൻ്റെയൊക്കെ അറബി എഴുതിയാൽ മതി. അത് പാഠഭാഗത്തിൽ നോക്കി എഴുതുക. കലിമാത്തു തഹാനി ആശംസാ പ്രസംഗങ്ങൾ നടത്തിയത് ആരാണ്? കുറച്ച് പേര് നടത്തിയിട്ടുണ്ട് അല്ലേ? അത് ഇവിടെ എഴുതുക ആരൊക്കെയാണ് എന്നുള്ളത്. ഖുതുബത്തുൽ മലയാളമിയ മലയാള പ്രസംഗം. ആരായിരുന്നു മലയാള പ്രസംഗം നടത്തിയത്? അതിവിടെ. ഖുതുബത്തുൽ ഇംഗ്ലീസിയ ഇംഗ്ലീഷ് പ്രസംഗം നടത്തിയ ആളുടെ പേര് ഇവിടെ. അൻ നഷീദ പാട്ട് പാടിയ കുട്ടിയുടെ പേര് ഇവിടെ എഴുതുക. കലിമത്ത് ശുക്ർ നന്ദി പറഞ്ഞത് ആരാണ്? അത് ഇവിടെ എഴുതുക. ഇങ്ങനെയാണ് പ്രോഗ്രാം ഷെഡ്യൂൾ തയ്യാറാക്കുന്നത്. പ്രോഗ്രാം നടക്കുന്നതിന്റെ മുമ്പ് തന്നെ തയ്യാറാക്കുന്നതാണിത്. ഇതിനനുസരിച്ചായിരിക്കും പ്രോഗ്രാം നടക്കുക. നമ്മളിവിടെ പ്രോഗ്രാം നടന്ന റിപ്പോർട്ടാണ് നമ്മൾ മേലെ വായിച്ചത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രോഗ്രാം ഷെഡ്യൂൾ ഇങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ താഴെ പൂരിപ്പിക്കുന്നത്. ഇനി ഇവിടെ കുറച്ച് നമ്മൾ പഠിക്കുന്ന ചില സബ്ജക്റ്റുകളുടെ പേരും അറബി പേരും കൊടുത്തിട്ടുണ്ട്. ചരിത്രം, അതിനെന്താണ് അറബിയിൽ പറയുക? താരീഖ്. ഗണിതം, ഇൽമു റിയാദിയാത്ത്. അങ്ങനെ ഇവ ഓരോന്നും പഠിച്ചു വെക്കുക.